Hey guys, welcome back to Lushvlogs. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊരു പുതിയൊരു പരീക്ഷണം ചെയ്തു നോക്കാം. അതായത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ കിടക്കുന്ന ഇതുപോലത്തെ ഉണങ്ങിയ ഇല കൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ പ്ലാവിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ അറ്റം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ നടുഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തടുത്ത് കട്ട് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റം വരെ നിങ്ങൾ കട്ട് ചെയ്യരുത്, കാരണം നമുക്ക് ഇതിൻ്റെ ഫുൾ ലെങ്ത് വേണം. ഇല മുറിഞ്ഞു പോവാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. സോ ഗൈസ്, നമുക്കിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ പോർഷനിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ കറി ലീഫിൻ്റെ സ്റ്റെം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇലയെ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഫെവി ബോണ്ട് അതല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന ഏത് ഗം യൂസ് ചെയ്തിട്ടും നമുക്കിത് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, നമുക്കിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യുന്നത് നോക്കാം. ഇനി ഞാൻ ഇതുപോലത്തെ ചെറിയ സൈസുള്ള ഇലകളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും പിടികിട്ടി കാണും ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. സോ ഞാനൊരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഫ്ലവറിൻ്റെ പാറ്റേണിൽ നമുക്കിതിനെ ഈ ഇലകളൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. സോ ഗൈസ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമ്മുടെ ഫ്ലവറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ വലിയ ഇലകൾ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. സോ ഗൈസ്, ഞങ്ങൾ ചെയ്ത വീഡിയോസ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രയൽ പിക് ഞങ്ങൾക്ക് അയച്ചു തരാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അതല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അതിൻ്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിതിന് മുമ്പ് ചെയ്ത വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ എല്ലാവരും പോയി കാണാം, സപ്പോർട്ട് ചെയ്യാം. സോ ഗൈസ്, നമ്മൾ ഇല വെച്ച് ചെയ്ത ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് യാതൊരു രീതിയിലുള്ള ചിലവും ഇവിടെ വരുന്നില്ല. സോ ഗൈസ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഇലയുടെ കളർ അത്ര പോരാ എന്ന് തോന്നിയെങ്കിൽ അതിലേക്ക് നിങ്ങൾ എന്തെങ്കിലും കളർ ചെയ്യുക, അതല്ലെങ്കിൽ ആഫ്റ്റർ കോട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഷൈനിങ് ഒക്കെ വരും ആ ഇലയിലേക്കും. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ആക്രിലിക് കളേഴ്സൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിതിനെ നമ്മുടെ വീട്ടിലൊക്കെ ഹോം ഡെക്കറായിട്ട് യൂസ് ചെയ്യാം. നല്ല ഒരു വലിയ വാസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ട് നല്ലൊരു യൂണിക് പീസായിട്ട് നമുക്ക് വീടൊക്കെ അലങ്കരിക്കാവുന്നതാണ്. സോ ഗൈസ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.